ഞാൻ അതിനെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. ദയവേത് എന്നെ ഒരു വെൽക്കം പറയരുത്, ബിക്കോസ് ഇത് എൻ്റെ നാടാണ്. ഞാൻ ജനിച്ച് വളർന്ന തിരുവനന്തപുരമാണ്. ഇവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും എൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത് പോലെ തന്നെയാണ്. ഞാൻ ഈ കനവക്കുന്നിലൊക്കെ കളിച്ച് വളർന്ന് നടന്ന ആളാണ്. ഞാൻ കൗടിയാറിലാണ് വളർന്നത്. സോ ഡെയിലി അച്ഛനും അമ്മയും എന്നെ എണീപ്പിച്ച് ഇവിടെ വാക്കിങ്ങിനൊക്കെ കൊണ്ടുവരും. ഈ വേദിയിൽ തന്നെ ഞാൻ പല പ്രാവശ്യവും ഡാൻസ് കളിച്ചിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. ഇൻഫാക്ട് അതിലെല്ലാം ഉപരി ഞാൻ ഇന്ന് ഒരു അഭിനേത്രിയായിട്ട് ഇവിടെ നിൽക്കുന്നതിനും തിരുവനന്തപുരത്തിനും മലയാളികൾക്കും വലിയൊരു പങ്കുണ്ട്. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും. ഈ വളർച്ചയ്ക്ക് നിങ്ങളില്ലാതെ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. സോ അതിന് ഫസ്റ്റ് നന്ദി നിങ്ങളുടെ അടുത്ത് തന്നെയാണ് പറയേണ്ടത്, എന്നെ മലയാളികളുടെ അടുത്ത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇത്രയും വലിയൊരു ഗംഭീര സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പല വേദികളിലും നന്ദി പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം. ഇപ്പം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയ്ക്ക് മേളിലായി നമ്മൾ ഈ പടത്തിൻ്റെ പ്രൊമോഷൻസായി ഇന്ത്യ എമ്പാടെ നമ്മൾ പോകുന്നുണ്ട്. പക്ഷെ ഇത്രയും മനോഹരമായി കലയ്ക്ക് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് നല്ലൊരു കലാപ്രകടനമായിരുന്നു ആ റിഗാറ്റ കാഴ്ചവെച്ചത്. അത് മലയാളികളുടെ ഒരു മഹത്വം തന്നെയാണ്. ഇത്രയും ഭംഗിയായിട്ട് ഡെഫിനറ്റ്ലി അത് എനിക്ക് അത്രയും പ്രൗഡായിട്ട് തോന്നുന്നു. ബിക്കോസ് നമ്മൾ ബോംബെ പോയി, ഡൽഹി പോയി, ആന്ധ്രാപ്രദേശിൽ പോയി, ബാംഗ്ലൂർ, എല്ലായിടത്തും ഫാൻസ് ഉണ്ട്, എല്ലായിടത്തും കലാ ആസ്വാദകരുണ്ട്. പക്ഷെ കലാകാരന്മാരെയും കലാകാരികളെയും ഇങ്ങോട്ട് ക്ഷണിച്ച് വരുത്തുമ്പോഴത്തേക്കും നമ്മളുടെ കയ്യിലും കലയുണ്ട്. ഇത് ഞങ്ങളുടെ കലാ സമർപ്പണമാണെന്ന് പറയുന്നത് മലയാളികളെ കൊണ്ടേ പറ്റുള്ളൂ. സോ അത് എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നിയത്. ഇതിലൊരു രസം എന്ന് പറഞ്ഞാല് തന്റെ സ്വന്തം സ്ഥലത്തേക്ക് എത്തുമ്പോ പടം ആരുടെയാണ്? കമൽ സാറിന് മുമ്പിൽ ഇരിക്കുന്നത് ആരാണ്? എങ്ങനെയുണ്ട്? തഗ് ലൈഫിലെ തഗ്ഗായിട്ടാണോ എനിക്കറിയില്ല. അതൊക്കെ മണിസാറോട് ഉണ്ടായിരുന്നെങ്കിൽ മിണ്ടരുതെന്ന് പറയുമായിരുന്നു. പക്ഷെ എങ്കിലും എന്തായിരിക്കും തഗ് ലൈഫിലെ ക്യാരക്ടറോ അല്ലെങ്കിൽ കമൽ സാറായിട്ടുള്ള എന്തെങ്കിലും ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 2 വാക്ക് പറയാനാണെങ്കിൽ? ക്യാരക്ടറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടി പാഴ്സലിൽ വരും, അതുകൊണ്ട് ഞാൻ പറയൂല. സാറ് ഓഡിയോ ഫംഗ്ഷനിൽ കമൽ സാറ് ജീവ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പേര് മാത്രം വെളിപ്പെടുത്തി. അത്രേ എനിക്ക് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ജൂൺ 5 ദേ വന്നു. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോവല്ലേ? അപ്പം ജൂൺ 5 എല്ലാം മനസ്സിലാവും. ആക്ച്വലി ജോജുവേട്ടനെ കുറിച്ച് ഗോപാലൻ സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ചെറിയൊരു കഥ ഓർമ്മ വന്നു. ഫസ്റ്റ് ഡേ ഷൂട്ടിങ്ങിൽ ജോജുവേട്ടനും ഞാനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ജോജുവേട്ടൻ്റെ അടുത്ത് കമൽ സാറ് വന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ജോജുവേട്ടൻ എന്നെ വന്നിട്ട് അഭിരാമി കമൽ സാർ എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ മുഖത്തെ ആ ഒരു പുഞ്ചിരി, ആ ഒരു സന്തോഷം, ജോജുവേട്ടാ എനിക്ക് അത്രയും സന്തോഷമുണ്ട് ജോജുവേട്ടൻ്റെ ഈ ഒരു ഉയർച്ചയിൽ. ഇനി ചെന്നൈയിൽ ഒരു വീട് വാങ്ങിക്കോ. ശരിക്കും നമ്മള് മലയാളികൾക്ക് ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മള് ചെന്നൈയിലെ ഓഡിയോ ലോഞ്ചിലൊക്കെ കമൽ സാർ ജോർജേട്ടനെ പറ്റി പറയണ കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചം വരുന്നുണ്ട്. ആക്ച്വലി മലയാളികൾ പ്രൗഡാണ് ഇങ്ങനെ ഒരു ആക്ടറിനെ ഓർത്തിട്ട്. സത്യം ജോർജേട്ടൻ മാത്രമല്ല, ഈ സിനിമയിൽ എനിക്ക് കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞ എല്ലാവരും, തൃഷ ആവട്ടെ, സിലംബരസനാകട്ടെ, അതെ അവരുടെ എല്ലാവരും സൂപ്പർ സ്റ്റാർസ് തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃഷ ഒക്കെ ഒരു 25 വർഷ കാലയളവ് മേളില് ആ പടി ചവിട്ടി മുകളിൽ കയറി അവിടുന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. ഷീ ഹസ് ബീൻ റൂളിംഗ് ഫോർ 25 years. എന്തൊരു അത്ഭുതമാണ്. സോ പ്രൗഡ് ഓഫ് യു തൃഷ. സോ അമേസിംഗ് ടു വർക്ക് വിത്ത് യു. സിംബു അത് തന്നെയാണ്. 3 വയസ്സിനും ക്യാമറയുടെ മുന്നിൽ എത്തിയ ആളാണ്. ഈ ഇതില് നോക്കേ, ഒരു പക്കം സിംബു, ഒരു പക്കം കമൽ സാർ. ആ ഒരു ഉയർച്ച എന്തൊരു ഉയർച്ചയാണ്. കമൽ സാറിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ കമൽ സാറിനെ ആദ്യമായിട്ട് കണ്ടത് നമ്മുടെ ഇവിടുത്തെ ശ്രീ പത്മനാഭ തിയേറ്ററിലാണ്. സാറിൻ്റെ ഒരു പടത്തിൻ്റെ സ്ക്രീനിങ്ങിന് വന്നപ്പോഴത്തേക്ക് ഞാൻ ഒരു ഫാൻ ഗേളിൻ്റെ മൂർധന്യത്തിൽ പോയിട്ട് സാറിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്ന് ഇതുവരെ വന്നെത്താൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് സാർ. എൻ്റെ കരിയറിൽ സാറിൻ്റെ ബ്ലെസ്സിങ് ഇല്ലാതെ എനിക്കിവിടെ വരെ എത്താൻ പറ്റില്ലായിരുന്നു സാർ. താങ്ക് യു സോ മച്ച്. അബ്രാമി, ഇവിടെ ഉള്ളതിൽ കമൽ സാർ നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയാം. തൃഷ ഈസ് ഓൾസോ വെരി ഗുഡ് സിംഗർ. ജോജുവേട്ടനൊക്കെ പാടാറുണ്ട്. അബ്രാമി ഓൾസോ ഇസ് എ വെരി ഗുഡ് സിംഗർ. ഇതിൽ 2 വരി നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും വേണം. പാടും നമുക്ക് അറിയുമ്പോൾ ഒരാളെ ഇവിടെ പാടാൻ നമ്മൾ വിടാറില്ല. അതും നമ്മുടെ ഈ മണ്ണിൽ വന്നിട്ട് ഒരു പാട്ടെങ്കിലും പാടാതെ പോണ മോശമാണ്. സോ നമുക്ക് പാട്ട് വേണ്ടേ? റൈറ്റ്, ഒരു കൈയടി കൊടുത്താലോ, ഒരു കുറച്ചൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട്. യെസ്, ഞാൻ ലിറിക്സ് നോക്കിക്കോട്ടെ. നോക്കി ഞാൻ പാടാം. ഓക്കെ, ഇതിൽ തന്നെ ഒരു പാട്ടായാലോ? 2 വരി. ബ്യൂട്ടിഫുൾ. യെസ്.
അഞ്ചു വണ്ണപ്പൂവേ താലേലോലാലി നക്ഷത്തിരപ്പൂവേ കാത്താവാരെ കാപ്പാവാരെ ഏങ്കാതെ വഴി വഴിയെല്ലാം വെടിനടി വെടിനടി പടുകുഴി പടുകുഴി